കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനൽ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാവുന്നു. തർക്കമൊക്കെ കഴിഞ്ഞ് ചാനലുകാരും മടങ്ങുന്നു, പ്രവർത്തകരും മടങ്ങുന്നു. ആ മടങ്ങുന്നതിനിടയിൽ സെയ്താലി ഓടിച്ചിരുന്ന കാർ ചെറുതായി ഒന്ന് തട്ടുന്നു ചിന്തയെ. ചിന്ത മറിഞ്ഞു വീഴുന്നു. സെയ്താലി ചാടിയിറങ്ങുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഫൈസലും ഓടിയെത്തുന്നു. കോൺഗ്രസ്സുകാരും CPM-കാരും ഒക്കെ ഉണ്ട്. തട്ടിയിട്ടതാണ് എന്ന് ചിലർ പറഞ്ഞപ്പോൾ ചിന്ത തന്നെ പറഞ്ഞു അങ്ങനെയല്ല, അബദ്ധം പറ്റിയതാണെന്ന്. അവിടെ അത് അവസാനിച്ചതാണ്. എന്നാൽ സെയ്താലി ഫൈസലുമെല്ലാം ഗൂഢാലോചന നടത്തി ചിന്തയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ചിന്താചാരം കൊണ്ടുപോയി പോലീസിൽ കേസ് കൊടുത്തു. കേസിന് ബലം കിട്ടുന്നതിന് വേണ്ടി CPM നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ആശുപത്രിയിൽ പോയത് കേസിന് ബലം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹതാപം കിട്ടിയാൽ അത് ഗുണം ചെയ്തേക്കും. പൊതിച്ചോറിന്റെ ക്ഷീണമെങ്കിലും മാറും എന്ന് കരുതിക്കൂട്ടി ചിന്ത എഴുതിയ നാടകം അപ്പോൾ തന്നെ പൊളിഞ്ഞെന്നും പാർട്ടിക്കാർ പോലും വിശ്വസിക്കുന്നില്ല എന്നുമാണ് എതിർപക്ഷത്തുള്ളവർ പറയുന്നത്.